ഹലോ എടാ പണി കിട്ടിയല്ലോ. എൻ്റെ ബ്രഷ് ആണെങ്കിൽ ഫുൾ കംപ്ലൈൻ്റ്. നമുക്ക് ബ്രഷ് ക്ലീനർ അതൊരു 2-3 ഡ്രോപ്പ് മതിയാവും. ഹലോ ആടാ ഓക്കെ. ആ ഡേറ്റ് ഏതാ? ഓക്കെ എടാ ഓക്കെ. എടാ പണി കിട്ടിയല്ലോ. എൻ്റെ ബ്രഷ് ആണെങ്കിൽ ഫുൾ കംപ്ലൈൻ്റ്. പുതിയ വർക്ക് വന്നു. ക്ലീൻ ചെയ്താൽ പോരെ? എൻ്റെ കയ്യിൽ ക്ലീനർ വേണ്ടേ? നമുക്ക് മിഡാസിൽ പോയാലോ? മിഡാസോ? അതെവിടെയാ? അവിടെ എന്തെങ്കിലും വെറൈറ്റി കാണാം, നമുക്ക് പോയി അന്വേഷിച്ച് നോക്കാം. എന്തായിരുന്നു? എടാ എനിക്ക് ബ്രഷ് ക്ലീനറിൻ്റെ സംഭവം നോക്കാൻ വേണ്ടിയായിരുന്നു. ഓക്കെ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിനകത്ത് വന്നൊരു ബൗളാണിത്. ഇത് നമ്മൾ നോർമൽ വാട്ടറാണ് മിക്സ് ചെയ്തേക്കണത്. അതിൻ്റെ കൂടെ നമ്മൾ മേക്കപ്പ് ബ്രഷ് ക്ലെൻസർ യൂസ് ചെയ്യുക. അതൊരു 2-3 ഡ്രോപ്പ് മതിയാവും. സോളോൻ്റെ ഒരു ക്ലെൻസിങ് മിഷൻ്റെ വേറൊരു പാർട്ടാണ് ഇത് വരുന്നത്. ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് ഇത്രയും ഹോൾഡേഴ്സ് നമുക്ക് ഇത്രയും സൈസ് വരുന്നുണ്ട്. ആ സൈസ് ഏതാണെന്ന് വെച്ചാൽ കണക്ട് ചെയ്ത് നമുക്ക് കറക്റ്റായിട്ടുള്ള നല്ല ടൈറ്റായിട്ടിരിക്കണം. അതല്ലാന്നാണെങ്കിൽ ഇത് വൈബ്രേഷൻ ചെയ്യുമ്പോൾ തെറിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് ചെയ്താൽ മതി. എന്നിട്ട് ജസ്റ്റ് ഓണാക്കുക. ഓണാക്കിയിട്ട് നേരെ വാട്ടറിലേക്ക് കൊണ്ടുവരിക. നമുക്ക് കാണാൻ പറ്റും ഇവിടെ ബ്രഷിലുള്ള ഫൗണ്ടേഷനും അതേപോലെ ഇതിനകത്ത് അയക്കണ എല്ലാ പൗഡേഴ്സും എല്ലാം ക്ലെൻസ് ആവണം. നമുക്ക് ആ വാട്ടറിൻ്റെ കളർ ചേഞ്ച് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എന്നിട്ട് നേരെ നമ്മൾ ഇത് എടുത്തിട്ട് ഇത് ജസ്റ്റ് ഡ്രൈ ആക്കാം. ഇതിനകത്ത് ഓൾറെഡി ഒരു വാട്ടർ വരുന്നുണ്ട്. അപ്പോൾ അത് ഓൾറെഡി അതിനകത്ത് എന്താ പറയുക ഡ്രൈ ആയിക്കോളും ഓട്ടോമാറ്റിക്കലി. ഇത് ചാർജിങ് ഒക്കെ എങ്ങനെ? ബാറ്ററി ആണോ? അത് നമുക്ക് ബാറ്ററി ആണ്. ഇതിനകത്ത് ഓൾറെഡി ഒരു 2 പേർ ബാറ്ററി ഉണ്ടാവും. ബാറ്ററി തീർന്നു കഴിയുമ്പോൾ നമ്മൾ നോർമൽ ബാറ്ററി പോലെ യൂസ് ചെയ്യാം. ഇത് ചില്ലാണോ? ചില്ലല്ല, ഇത് നമുക്ക് ഫൈബറാണ് വന്നത്. ഫൈബർ വന്നുകൊണ്ട് തന്നെ നമുക്ക് താഴെ വീണാലും അങ്ങനെ ഡാമേജ് ഒന്നും പെട്ടെന്ന് ആവില്ല. പിന്നെ അതേപോലെ ഇത്രയും സ്പീഡിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യണില്ലേ, അപ്പോൾ ഡാമേജും കാര്യങ്ങളൊന്നും പെട്ടെന്ന് തന്നെ ആവില്ല. ഈ വേസ്റ്റ് വാട്ടർ എങ്ങനെ നമ്മൾ ഈ ബോളിൽ നിന്ന് ക്ലീൻ ചെയ്യുന്നത്? ജസ്റ്റ് ഇത് നമ്മൾ കളഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒരു വെറ്റ് അല്ലാത്ത ഒരു ടിഷ്യൂ എടുത്തിട്ട് ജസ്റ്റ് നമ്മൾ വൈപ്പ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഡ്രൈ ആക്കിയതിന് ശേഷം സൂക്ഷിക്കാം. ഇതിൽ ആഡ് ചെയ്യുന്ന ബ്രഷ് ക്ലെൻസർ അപ്പം ഏത് ബ്രാൻഡിൻ്റെ യൂസ് ചെയ്യാമോ? ഏത് ബ്രാൻഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ അതിനകത്ത് ഓയിലിൻ്റെ ഒരു ഇത് ഉണ്ടാവണം, കണ്ടൻറ്റ് ഉണ്ടാവണം. എന്നാൽ മാത്രമേ ഇതിനകത്ത് ഓൾറെഡി നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ബ്രാൻഡഡ് യൂസ് ചെയ്യുള്ളൂ. എല്ലാം വാട്ടർ പ്രൂഫും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇരിക്കും. അപ്പോൾ നമുക്ക് ഓയിലിൻ്റെ ഒരു കണ്ടൻറ്റ് ഇല്ലെന്നാണെങ്കിൽ ഈ ബ്രഷിന് ഇതൊന്നും പോവില്ല. അപ്പോൾ ഈ ബ്രഷിൻ്റെ ബ്രസിൽസിൽ വല്ല ഡാമേജോ വല്ലതും ഉണ്ടാവുമോ നമ്മളിത്? ഇല്ല, അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. അതൊക്കെ നമുക്ക് ഭയങ്കര സെക്യൂർ ആയിട്ടുള്ളൊരു ഹൈജീൻ പ്രൊഡക്റ്റാണ്. ഓക്കെ. റേറ്റ് എത്രയാ? MRP നമുക്ക് 2990 ആവാനാണ്. പിന്നെ അതുകൂടാണ് നമുക്കൊരു ഡിസ്കൗണ്ട് റേറ്റും കൂടി വരും. അത് നമുക്ക് ഈ പ്രൊഡക്റ്റിന് മാത്രമല്ല, ഇവിടെ ഉള്ള എല്ലാ പ്രൊഡക്റ്റിനും, മിഡാസിയിലെ എല്ലാ പ്രൊഡക്റ്റിനും നമുക്കൊരു ഡിസ്കൗണ്ട് ഉണ്ടാവും.